ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ബാവോ ബൺസ് ആണ് തയ്യാറാക്കുന്നത്. ചൈനീസ് വേർഷൻ ആയിട്ടുള്ള ഈ ബാവോ ബൺസ് ഞാനിവിടെ ചിക്കൻ സ്റ്റഫ് ചെയ്തിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ബാവോ ബൺസ് രണ്ട് മെത്തേഡിൽ ചെയ്യാം, സ്റ്റീമിംഗ് മെത്തേഡും ബേക്കിംഗ് മെത്തേഡിലും. അപ്പോൾ പ്രോസസ്സ് സെയിം തന്നെയാണ്. ഇഷ്ടമുള്ള ഏത് രീതി വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഞാനിവിടെ ബേക്കിംഗ് മെത്തേഡിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്ന ചിക്കൻ സ്റ്റഫ്ഡ് ബാവോ ബൺസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ബാവോ ബൺസ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ബാവോ ബൺസ് തയ്യാറാക്കാൻ ആദ്യം ബണ്ണിൻ്റെ ഡോ തയ്യാറാക്കിയെടുക്കാം. അതിനായി ആദ്യം ചെയ്യേണ്ടത് ഈസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്തെടുക്കണം. അതിനായി ഒരു ഡ്രൈ ആയ ബൗളിലേക്ക് ഈസ്റ്റ്, പഞ്ചസാര, ഇളം ചൂടുവെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. ഇത് നന്നായി ആക്ടിവേറ്റ് ആകുന്നിടം വരെ മാറ്റിവെക്കാം. ശേഷം ഒരു ഡ്രൈ ആയ ബൗളിലേക്ക് 2 കപ്പ് അളവിൽ മൈദ ചേർക്കാം. മൈദയിലേക്ക് വാനില പൗഡർ, മിൽക്ക് പൗഡർ, ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ആക്ടിവേറ്റ് ആയ ഈസ്റ്റ് ചേർക്കാവുന്നതാണ്. ഈസ്റ്റും ഓയിലും ചേർക്കാം. 3 ടേബിൾ സ്പൂൺ ഓയിലാണ് ഞാനിവിടെ ചേർക്കുന്നത്. ശേഷം ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി ഇങ്ങനെ കുഴച്ചെടുത്ത മാവിനെ 1-2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം. മാവ് ഡബിൾ സൈസ് ആകുന്നിടവും വരെ നമുക്കിത് മാറ്റി വെക്കാം. നന്നായി പൊന്തി വന്ന മാവിനെ വീണ്ടും നമുക്കെടുത്ത് ഒരു ഷീറ്റിലേക്ക് മാറ്റി നന്നായി നീഡ് ചെയ്തെടുക്കാം. ബണ്ണ് ബ്രെഡൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ നീഡിങ്ങിലാണ് അതിൻ്റെ സോഫ്റ്റ്നെസ് ഇരിക്കുന്നത്. അതുകൊണ്ട് നന്നായി തന്നെ നീഡ് ചെയ്തെടുക്കാവുന്നതാണ്. ശേഷം ഈക്വലായിട്ടുള്ള അളവിൽ ബോളുകളാക്കി എടുക്കണം. ഞാനിവിടെ 100 ഗ്രാം അളവിലാണ് ബോളുകളാക്കി എടുത്തിരിക്കുന്നത്. ശേഷം ഇതുപോലെ റൗണ്ടിൽ പരത്തി അതിൻ്റെ മുകളിൽ ഓയിൽ പുരട്ടി ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ചെയ്തെടുക്കുക. ബാവോ ബൺസ് തയ്യാറാക്കിയെടുക്കുന്നത് ഈ ഒരു രീതിയിലാണ്. ഇങ്ങനെ നടുവേന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നതാണ് ബാവോ ബൺസിൻ്റെ ഫോൾഡിംഗ് മെത്തേഡ്. ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും 1 മണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം. ഇങ്ങനെ റെസ്റ്റിംഗ് മെത്തേഡിലാണ് നമ്മുടെ ബൺസൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടുക. അപ്പോൾ അത് ഇങ്ങനെ തന്നെ ഫോളോ ചെയ്യും. ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് മിൽക്ക് വാഷ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഡ്രൈ ആയി പോകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. മിൽക്ക് വാഷ് അല്ലെങ്കിൽ എഗ് വാഷ് ചെയ്യാവുന്നതാണ്. മിൽക്ക് വാഷ് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിന് മുകളിലായി വെളുത്ത എള്ളോ കറുത്ത എള്ളോ ചേർക്കാവുന്നതാണ്. ശേഷം 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റഡ് ആയിട്ടുള്ള അവനിൽ 180 ഡിഗ്രിയിൽ തന്നെ 30 to 35 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കുക. ബേക്കിംഗ് മെത്തേഡ് അല്ലാതെ സ്റ്റീമിംഗ് മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന, നമ്മൾ അടുപ്പിൽ ഇടിയപ്പമൊക്കെ ആവി കയറ്റിയെടുക്കത്തില്ലേ, അതുപോലെ തന്നെ ചെമ്പിൽ ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ ബൺസൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അകത്ത് ഫില്ലിങ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ചിക്കൻ ഫില്ലിംഗ് ആണ് കൊടുക്കുന്നത്. താല്പര്യമുള്ള ഏത് ഫില്ലിങ് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ വേണ്ടത് മയോണൈസ് ആണ്. പിന്നെ ഡെക്കറേഷൻ ആവശ്യമുള്ള ക്യാബേജ്, ക്യാരറ്റ്, ടൊമാറ്റോ സോസ്. നമുക്കിത് ഫില്ല് ചെയ്ത് കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു ബണ്ണാണ്. കാണുമ്പോൾ തന്നെ ഇത് മനസ്സിലാവും. ഇനി ഇത് നടുവേന്ന് ഇതുപോലെ തുറന്നെടുത്തതിന് ശേഷം നമ്മുടെ ഫില്ലിങ് എല്ലാം ഇതിൽ വെച്ച് കൊടുക്കാം. ആദ്യം മയോണൈസ് തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം ചിക്കൻ്റെ ഫില്ലിങ് അതിൽ വെച്ച് കൊടുക്കുക. ശേഷം ടൊമാറ്റോ സോസ് അതിന് മുകളിലായിട്ടൊന്ന് തൂക്കി അങ്ങനെ നമ്മുടെ ചിക്കൻ സ്റ്റഫ്ഡ് ബാവോ ബൺസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. കുട്ടികൾക്കൊക്കെ ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കാരണം ഇതിനകത്ത് മയോണൈസും ടൊമാറ്റോ സോസും ചിക്കനും ഒക്കെ ഉള്ളത് കാരണം. അപ്പോൾ വീട്ടിലിതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.